ഇതുപോലുള്ള ഒരുപാട് കമന്റ്സ് ആണ് PCOD റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ളത്. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ PCOD എന്ന രോഗത്തെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് അറിയില്ല എന്നതാണ്. സോ നമുക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം എന്താണ് ഈ PCOD എന്ന്. നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ. PCOD എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളിൽ അണ്ടാശയത്തിൽ ചെറിയ കുമിളകൾ പോലെ സിസ്റ്റുകൾ വരുന്ന ഒരു അവസ്ഥയാണ് PCOD. എന്നാൽ ഇതിനപ്പുറം ഇത് ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഇവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് ശാരീരികവും മാനസികവുപരമായിട്ടുള്ള പല ലക്ഷണങ്ങൾ പലതരത്തിലായിരിക്കും PCOD പേഷ്യൻസിൽ കാണുക. അതായത് നമുക്ക് പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും, ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ഇനി പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ കൂടുതലായിട്ടുള്ളത് കൊണ്ട് താടിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അമിത രോമ വളർച്ച കാണാറുണ്ട്, മുഖക്കുരു കൂടുതലായിട്ട് കാണും, മുടി കൊഴിച്ചിലുണ്ടാവും. ഇനി കഴുത്തിന്റെ പിറകിലും കൈമടക്കുകളിലും കൈമുട്ടുകളിലൊക്കെ ആയിട്ട് കറുത്ത നിറവ്യത്യാസം വരാറുണ്ട്, ശരീരഭാരം കൂടാറുണ്ട്, വയറിന്റെ ഭാഗത്ത് ചുറ്റൊക്കെ കൊഴുപ്പടിയുന്ന അവസ്ഥ വരാറുണ്ട്. ഇതൊക്കെ കാരണം ഒരു ലോ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്. സോ ഓരോ PCOD രോഗിക്കും വ്യത്യസ്തപരമായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. സോ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ്, ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ എത്രത്തോളം ഒരു PCOD പേഷ്യന്റിന് ആവശ്യമാണോ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്.